പ്രണയതീരത്തെ ഓണക്കാലം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് താരദമ്പതികളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാണെന്ന്. രണ്ട് യുവ മിഥുനങ്ങളാണ്. അവരുടെ ആദ്യത്തെ ഓണമാണ്. അതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി രണ്ടുപേരാണ് ഉള്ളത്. അവരെ പരിചയപ്പെടുത്താം. ടോണി ആൻഡ് അന്ന. നമസ്കാരം. ഒത്തിരി സന്തോഷം. എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യത്തെ ഓണമാണ്. എന്തൊക്കെയാണ് ഓണ വിശേഷങ്ങൾ? നന്നായിട്ട് പോകുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ്. അപ്പം എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. അപ്പം ആദ്യത്തെ ഓണം ഇതുവരെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. അപ്പം ആദ്യമായിട്ടൊരു ഓണം എങ്ങനെയാണെന്ന് ഞങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇപ്പം ഓണത്തിന് ഡ്രസ്സൊക്കെ മേടിച്ചല്ലോ. അതെ. അപ്പം പുതിയ ഓണം ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടപ്പോൾ തന്നെ സുന്ദരനും സുന്ദരിയുമാണ്. ഒത്തിരി സന്തോഷം. അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ ഓണത്തിന് മുമ്പുള്ളൊരു കഴിഞ്ഞ ഓണം ഉണ്ടല്ലോ, ഈ ഓണമല്ല കഴിഞ്ഞ ഓണ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു? പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതോ നിങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുന്നേ ഉള്ളൂ? ഏകദേശം കഴിഞ്ഞ ഓണത്തിനാണ് ഞങ്ങൾ തമ്മിൽ പരിചയമാവുന്നത്. അപ്പം ഏതെങ്കിലും പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണോ പരിചയം? പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ഏകദേശം കല്യാണത്തിന്റെ സമയമൊക്കെ ആയി രണ്ടുപേരും മാട്രിമോണിയൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരുടെ പ്രൊഫൈലും പുള്ളിക്കാരെ എന്റെ പ്രൊഫൈൽ ഇങ്ങനെ മാട്രിമോണിയിൽ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് സംസാരിച്ചില്ല, നമ്മൾ ഒരുപാട് പ്രൊഫൈൽ കാണുന്നതിലൂടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ വെള്ളരിക്കപ്പട്ടണം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ മനീഷ് കുറുപ്പ്, അതിനെന്തൊരു അവാർഡ് കിട്ടി. അതെ, കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് സിനിമയ്ക്കും കിട്ടി, പിന്നെ ആക്ടർ എന്നുള്ള നിലയിൽ കിട്ടി. അപ്പൊ അതിന്റെ ഡയറക്ടറായ മനീഷ് കുറുപ്പ് അദ്ദേഹം ഒരു ഓണത്തിന് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് വന്നു. ചിങ്ങക്കുട്ടി എന്നായിരുന്നു പ്രൊജക്ടിന്റെ പേര്. അത് ഓണം പോലൊരു പാട്ടാണ്, പക്ഷെ അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഇപ്പം റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സ്ത്രീ ഒരു വിവാഹത്തിലേക്ക് കടന്നു. അപ്പം ആ ഭർത്താവിന് അവർക്ക് ഏൽക്കേണ്ട വരുന്ന ഗാർഹിക പീഡനം, പിന്നെ അവര് ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോയി സ്വന്തം കാലിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത്. അപ്പം അതിൽ നായികയായിട്ട് അദ്ദേഹം ഒരുപാട് ഓഡീഷൻസ് നടത്തി. 1-2 ഓഡീഷൻസ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഓഡീഷൻസ് നടത്തിയിട്ടും പുള്ളിക്ക് വേണ്ട ഒരു നായികനെ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് പുള്ളിക്കാരുടെ പടം അയച്ചു തന്നെ എനിക്ക് നായിക കിട്ടിയെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, ഇത് മറ്റേ മാട്രിമോണിയിൽ കണ്ട ആളല്ലേ എന്ന്. ദൈവം വിധിച്ചതാണ്. അതെ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഷൂട്ടിന്റെ അന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനെ സംസാരിച്ചു. സസ്പെൻസ് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ സസ്പെൻസ് ഉണ്ടെന്ന്? ഇല്ല, അത് പറഞ്ഞില്ലായിരുന്നു. ആക്ച്വലി എന്റെ പ്രൊഫൈല് പുള്ളിക്കാരി കണ്ടിട്ടുണ്ടെന്ന് എന്നോടും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പുള്ളിക്കാരോടും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് സംസാരിച്ച് അവസാനം പറയുന്നത് പ്രൊഫൈല് കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഞെട്ടിയായിരുന്നു ശരിക്കും? ഇല്ല, രണ്ടുപേർക്ക് അറിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കറിയാൻ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിരുന്നില്ല. ഞാനോടത്ത് മറന്നുപോയി കാണും. പ്രൊഫൈല് പലത് കാണുന്നതല്ലേ, അപ്പോ അങ്ങനെ പോയിട്ടുണ്ടാവും വിചാരിച്ചു. പക്ഷേ നമുക്കിങ്ങനെ ഓർമ്മ വരുമല്ലോ, നമ്മളിപ്പം ശ്രദ്ധിച്ച പ്രൊഫൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കുമല്ലോ. ശരിക്കും നമ്മളൊക്കെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാവാറുണ്ട് എവിടെയൊക്കെയോ. അങ്ങനെ ഫീൽ ചെയ്തത് ശരിക്കും അങ്ങനെ കണ്ടപ്പം കൊള്ളാൻ തോന്നി. പിന്നെ സംസാരമൊക്കെ കേട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു ഇത് ഫീൽ ചെയ്തത്. എന്നുവെച്ചാൽ ഞാനിങ്ങനെ എന്റെ മനസ്സിലുള്ള ഒരു ആളുടെ പോലത്തെ രീതിയിലാണെന്നൊക്കെ തോന്നി. അങ്ങനെ പിന്നെ ഞങ്ങൾ കൂടുതൽ സംസാരിച്ചപ്പോൾ തമ്മിൽ ഇഷ്ടമായി. പിന്നെ അങ്ങനെ വീട്ടിൽ പറഞ്ഞു, അങ്ങനെ പ്രൊസീഡ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയതാ. അത് പാരന്റ്സിനോടൊക്കെ എങ്ങനെ അവതരിപ്പിച്ചത്? പാരന്റ്സിനോട് അത് ഈ മാട്രിമോണിയിൽ ഒരുപാട് നോക്കിയിട്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ഘടകങ്ങളും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ മാട്രിമോണിയുടെ കാര്യം നമ്മൾ ഒരുപാട് പ്രൊഫൈലൊക്കെ ഇങ്ങനെ കണ്ടുപോകും. എന്നാലും ഞാനങ്ങനെ മാട്രിമോണിയിൽ ആരോടും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പുള്ളിക്കാരോട് തന്നെ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ വീട്ടിൽ പറഞ്ഞു. അപ്പൊ വീട്ടിലും പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നുമില്ല. പിന്നെ അങ്ങനെ അങ്ങ് പ്രൊസീഡ് ആയതാ. മാഡം ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, കന്യാദാനം പോലുള്ള വലിയൊരു ബിഗ് പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണല്ലോ ഈ കല്യാണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് നിർത്തി വന്ന സമയത്ത് ഒരുപാട് പ്രേക്ഷകരിൽ നിന്നൊക്കെ പല മെസ്സേജുകൾ ഞാൻ വായിച്ചായിരുന്നു. മാഡം എന്തിനാ പോയത്, പെട്ടെന്ന് ഞങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചായിരുന്നു. പിന്നീട് ആരെങ്കിലുമൊക്കെ പുതിയ പ്രോജക്റ്റുമായിട്ട് വന്നായിരുന്നു? ഒരുപാട് പിന്നീട് വന്നിരുന്നു. കാരണം വേറെ ചാനലിൽ എനിക്ക് കയറണമെങ്കിൽ ഈ പ്രോജക്റ്റ് എന്തെങ്കിലും നിർത്തിയിട്ട് കയറാൻ വേണ്ടിയായിരുന്നു കുറെ പേര് വെയിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് വേറെ പ്രോജക്ട്സ് ഒരുപാട് വന്നിരുന്നു. അത് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ സീരിയൽസ് വരുമല്ലോ നമുക്ക്, അങ്ങനെ വന്നിരുന്നു. പക്ഷെ ഇപ്പം ഉടനെ ഒരു അഭിനയത്തിലേക്ക് പോകാനൊരു ഇതില്ല. ഇപ്പം കുടുംബം പ്രണയം തന്നെയാണോ ഈ പ്രോജക്റ്റ് വിടാനുള്ള കാരണം? ശരിക്കും പ്രണയം ആണെന്ന് അങ്ങനെ അത് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു 1.5 വർഷമായിട്ട് അപ്പോൾ എനിക്ക് ആളെ പരിചയമില്ല. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസറിനോട് ചാനലിലൊക്കെ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ എൻ്റെ പഠിത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക്
എനിക്ക് ജോലിയാണ് ശരിക്കും ആഗ്രഹം. ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ എടുത്തത് കൊണ്ട് അത് 3.5 വർഷം 1500 എപ്പിസോഡ് അടുത്ത് വന്നു. അപ്പോൾ അല്ല, അന്നത്തെ സമയത്ത് ഏറ്റവും നല്ല സീരിയൽ ആയിരുന്നു കന്യാദാനം. ദേവൻ സാറൊക്കെ പോലുള്ള ഒരാളുടെ കൂടെ മേഡം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ആ സീരിയലാണ് കന്യാദാനം. ദേവനെ പോലുള്ളൊരു ഭയങ്കര ഹിറ്റ് അതെ കന്യാദാനം വലിയ സീരിയലാണ്. ദേവനെ പോലുള്ള വലിയൊരു ആർട്ടിസ്റ്റ് ആ സീരിയലിലെ ഏറ്റവും പ്രധാന ഭാവം തന്നെയാണ്. ദേവനാണെന്ന് തോന്നുന്നു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അദ്ദേഹത്തിന്റെ മകളായിട്ടാണല്ലേ? അതെ അതെ, ദേവൻ സാറിനെ ഞങ്ങൾ ഇപ്പോഴും അച്ഛാന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഫോൺ വിളിക്കുമ്പോഴും അച്ഛ എന്തൊക്കെയുണ്ട്, ആ ഒരു ഫ്രീഡം എനിക്ക് ഇപ്പോഴും ഉണ്ട് ദേവൻ സാറിന്റെ അടുത്ത്. അച്ഛ എന്തൊക്കെയുണ്ട്, വാ മോളെ അനു. ഇപ്പോഴും അച്ഛൻ എന്നെ അനു എന്ന് വിളിക്കാറുണ്ട്. ഡോണ എന്നുള്ളതിലും എൻ്റെ ക്യാരക്ടറിന്റെ പേര് ആ മോളെ അനു. അച്ഛൻ മോളെ ഓർക്കാറുണ്ട്. എനിക്ക് കല്യാണത്തിന് എത്താൻ പറ്റിയില്ല, ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചു. ഒരു പ്രാവശ്യം വീട്ടിലേക്കൊക്കെ വാ, അങ്ങോട്ട് എൻഗേജ്മെന്റിന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനത് സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി സാറിനെ കാണാൻ പോയി. കാരണം ഞാൻ ശരിക്കും ഞാൻ സാർ കല്യാണത്തിന് എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ട്രിവാൻഡ്രത്ത് വരാനായിരിക്കുമല്ലോ സൗകര്യം എന്ന് വിചാരിച്ചു. എന്റെ എൻഗേജ്മെന്റ് ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് പെണ്ണിന്റെ വീട്ടിലാണല്ലോ. അപ്പോ സാർ അവിടെ എത്തിയത്. ശരിക്കും ഞാൻ ലെറ്റർ അയച്ചപ്പം കല്യാണമാണ് മെയിനായിട്ട്, സാറിന് അതായിരിക്കുമല്ലോ വരാൻ എളുപ്പമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ സ്റ്റേജിൽ ഡാൻസ് ആയിരുന്നു. എനിക്ക് ഇതിനൊന്നും ഓർമ്മ. ഞാൻ പറഞ്ഞു, അയ്യോ ആരോടും പറഞ്ഞില്ലല്ലോ. ആളുടെ ഇടയ്ക്കൂടാ സാർ ഇങ്ങനെ കയറി വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് വരാതെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. സാർ അന്നേരം സാറിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, മോൾ അതിനിടയ്ക്ക് ഇറങ്ങി വന്നല്ലോ, എനിക്ക് അച്ഛൻ്റെ ഒരു ഫീല് കിട്ടി. നല്ല ഭയങ്കര അതെ അതെ അതെ, എൻഗേജ്മെന്റിലേക്ക് വിചാരിച്ചില്ല. ഞാനൊക്കെ ഒരുപാട് ആദ്യം ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ തുടക്കം. വലിയ വലിയ നടന്മാർ, അതായത് സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഭ്രമരം പോലുള്ള സിനിമകളിലും. പിന്നെ അതുപോലെ തന്നെ മായാവി. അപ്പൊ അതിന്റെ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് പളങ്കിലായിരുന്നു, ബ്ലസ്സി സാറിന്റെ. അപ്പം അത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. ഞാൻ സൂര്യ ടിവിയിൽ സെൻസേഷൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അത് ഈ കുട്ടികളുടെ ഫാഷൻ ഷോ പോലത്തെ ഒരു സാധനമായിരുന്നു, റാംബോക്കൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പളങ്കിന്റെ ഓഡിഷൻ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പല ചാനലിലും ഉള്ള ചൈൽഡ് ആയിട്ടുള്ള പിള്ളേരുടെ കുറെ പ്രൊഫൈൽസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ വിളിച്ചതായിരുന്നു. അങ്ങനെ ഓഡിഷന് പോയി കിട്ടിയതായിരുന്നു. അത് മമ്മൂക്കയുടെ നെയ്ബർ ആയിട്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഷോട്ട് ആക്ച്വലി മമ്മൂക്ക ആയിട്ടായിരുന്നു. ഞാൻ ചെറുതായിരുന്നു, എന്നാലും ഫസ്റ്റ് ഷോട്ട് മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതെ. പിന്നെ അതിനുശേഷമുള്ള പ്രോജക്റ്റ് ഏതാണ്? പിന്നെ അതിനുശേഷം മമ്മൂക്കയുടെ തന്നെ മായാവിയിൽ അഭിനയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹലോയിൽ അഭിനയിച്ചു. പിന്നെ ചോട്ടാ മുംബൈ. പിന്നെ അവസാനം ചെറുപ്പത്തിൽ അഭിനയിച്ചത് ഭ്രമരത്തിലായിരുന്നു. അത് മുരളി ഗോപി സാറിന്റെ ചെറുപ്പമായിട്ടായിരുന്നു. അത് ഭ്രമരത്തിലെ ഫ്ലാഷ് ബാക്കില് പെൺകുട്ടിയെ കൊളത്തിട്ട് അതിന്റെ ഒരു മെയിൻ സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റ് അതായിരുന്നു. സത്യത്തില് 2 സൂപ്പർ സ്റ്റാറിന്റെ കൂടെയാണ് അഭിനയിച്ചിട്ടുള്ളത്. വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ കേട്ടു ഒരു കാര്യം, നമ്മുടെ സൂപ്പർ സ്റ്റാർ, യഥാർത്ഥ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വലിയൊരു പ്രോജക്റ്റ് വന്നിട്ട് അതിന് പോയില്ലെന്ന്. ജോലി തിരക്കാണ്. അതെ, എനിക്ക് ആക്ച്വലി അത് പെട്ടെന്ന് വന്നതായിരുന്നു. അതിന്റെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. ചെറിയ റോൾ എന്തോ ആയിരുന്നു, എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചെറിയ റോളാണെങ്കിൽ അങ്ങനെ വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രത്തില് ഒരു റോള് കിട്ടുക എന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമായിട്ടാണ്. അതെ, ഞാൻ IT വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓഫീസ് ബാംഗ്ലൂർ. ഞാൻ അവിടെ നിന്നപ്പോഴായിരുന്നു പെട്ടെന്ന് അടുത്ത ദിവസം കന്യാകുമാരിയിൽ എത്താമോന്ന് ചോദിച്ചു വിളിച്ചത്. അപ്പൊ പെട്ടെന്ന് അത് പറ്റിയില്ല. പക്ഷെ അത് വലിയൊരു മിസ്സായിരുന്നു. എന്തായാലും മാഡത്തിന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന്റെ ഇനിയും ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇഷ്ടമാണോ? എനിക്കങ്ങനെ കുഴപ്പമില്ല, ആളുടെ ഇഷ്ടമാണല്ലോ. വിശ്വാസമാണല്ലോ നമുക്ക്. എന്റെ വിശ്വാസം അങ്ങനെ ആളൊരിക്കലും തകർക്കുന്നില്ല. പൊതുവെ പറയാറുണ്ട്, നമ്മൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പരസ്പരം ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന്. ഒരു അസൂയയും കുശുമ്പും ഒക്കെ, ഈഗോയൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എനിക്കിടയില്? ഇല്ല, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ത് കാര്യത്തിനായാലും. ഇപ്പം എല്ലാ ഭാര്യ ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഞാൻ സാധാരണ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഒരാൾ സാധാരണ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെയെങ്കിലും അല്ലെങ്കിൽ IT ഫീൽഡിലായിരിക്കും, ഒരാൾ സിനിമ നടനോ അല്ലെങ്കിൽ ഒരു നാടക നടനോ അല്ലെങ്കിൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റോ ആയിരിക്കും. അപ്പൊ അവർക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ മേഖലയിൽ കൂടി പോകുന്ന ആൾക്കാരായോണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, എനിക്ക് എന്നെ സംബന്ധിച്ച ആളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം വന്നിട്ടായാലും ഇപ്പൊ എന്ത് കാര്യത്തിനും ഇപ്പം റെഡി ആയിട്ട് പോകാനാണെങ്കിൽ പോലും എന്നോട് നല്ലതായിട്ട് പോകണം, ആൾക്കാരെ ശ്രദ്ധിക്കുന്നതല്ലേ, അങ്ങനെ പറഞ്ഞ് എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. വലിയൊരു കാര്യം തന്നെ, ഭയങ്കര കാര്യമാണ്. ഭാര്യ നന്നായി സുന്ദരിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ്. ഞാൻ മടി പിടിക്കുമ്പോഴേ എന്നോട് പറയില്ല, പറയാറുണ്ട്. പക്ഷെ എന്നെക്കാൾ
എന്നെക്കാൾ ഒരു പറയേണ്ട പടി ആവശ്യമില്ല, ഞാൻ കൂടുതൽ ready ആവും. ആള് എപ്പോഴും റെഡി ആയിട്ട് പോകും. ഞാൻ ഇച്ചിരി മടിയൊക്കെ പിടിച്ച് പോകുമ്പോൾ എന്ന് പറയും കണ്ണൊക്കെ എഴുതിട്ട് പോകും, നല്ലതായിട്ടൊക്കെ പോകും, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്താണ്, പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളത് എന്താണ്? എനിക്ക് ഇത് തന്നെയാണ് എന്നെ ഒരുപാട് എന്നെ ഞാനായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. ഇപ്പം പ്രത്യേകിച്ച് എനിക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പൊ ഒരു വിഷമം വന്നാലും എന്ത് കാര്യവും മനസ്സിലായി, നന്നായി മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ശരിക്കും വിവാഹത്തിന്റെ ആലോചിച്ചതും ആര് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ ദൈവം അങ്ങനെ ഒരാളെ കൊണ്ടു തന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ പറഞ്ഞത് തന്നെയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതെ, ആള് ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. എല്ലാ കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യുന്ന, എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ആളാണ്. മാഡം ഒരുപാട് വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ ആദ്യം ഒരു 2-3 ആൽബമാണ് ചെയ്തിരുന്നത്, മ്യൂസിക്കൽ വീഡിയോസില്ലേ. അങ്ങനെ ഒരു 3 ആൽബം ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കാർത്തിക് ശങ്കർ എന്ന് പറഞ്ഞ നമ്മുടെ കൊറോണ സമയത്ത്, അപ്പോൾ ആ സമയത്ത് യൂട്യൂബേഴ്സ് ഒക്കെ ഭയങ്കര റീച്ച് ആയ സമയമാണല്ലോ. അപ്പൊ കാർത്തികേട്ടന്റെ വീഡിയോസിലാണ് ഞാൻ ആദ്യം വരുന്നത്. അതില് കോമഡി ആയിരുന്നു. അപ്പോൾ അതിലേക്കാണ് ആദ്യം ഞാൻ പുള്ളിക്കൊരു ഇന്റർവ്യൂ എടുക്കാനാണ് പോയത്. അപ്പൊ ചേട്ടനോട് ചോദിച്ചു നീ വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്താ ഒരു ചുമ്മാ നോക്കിയേക്കാന്ന് വിചാരിച്ചു. കാരണം എന്റെ വീട് തിരുമൂലപുരമാണ്. അപ്പൊ എനിക്ക് തിരുവല്ലയാണ്. അപ്പൊ എനിക്ക് അടുത്തായിരുന്നു, പുള്ളി അന്നേരം അടൂരായിരുന്നു. അപ്പൊ അവര് അച്ഛൻ, അമ്മ, വല്യച്ഛൻ, കാർത്തികേട്ടൻ അത്രയും പേരേ ഉള്ളൂ. അപ്പൊ അവരായിരുന്നു ആ സീരീസിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് അങ്ങനെ ആരും ഇല്ല. കാരണം അച്ഛനായാലും ക്യാമറയുടെ കാര്യങ്ങൾ നോക്കും. അപ്പൊ പിന്നെ ഇത്രയും പേരേ ഉള്ളൂ. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ അമ്മ കാണും എൻ്റെ കൂടെ എവിടെ വർക്കിൽ വരുമ്പോഴും. അപ്പോൾ അങ്ങനെ പോയി ചെയ്തു. ഇപ്പം കുഴപ്പമില്ല, നല്ല റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ചെറിയ സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്തു, കൂൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ്. കൂൾ ഡ്രിങ്ക്സ് അതും അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ കാർത്തികേട്ടന് ചെറിയ തിരക്കുകളൊക്കെ വന്ന് ഒന്നിച്ചിരി മാറി നിന്നു സീരീസിൽ നിന്ന്. പിന്നെ അജു ചേട്ടന്റെ കൂടെ, അജു വർഗീസിന്റെ കൂടെ ഒരു ഷോർട്ട് ഫിലിം, അത് കാർത്തികേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്തതായിരുന്നു. അത് പലപ്പോഴും എന്ന് പറഞ്ഞത് അതും ചെയ്യാൻ പറ്റി ആ ഒരു ടൈമിൽ. അത് കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ പതുക്കെയായിരുന്നു, പടിപടിയായിട്ട് എത്തുമായിരുന്നു. ആ ഒരു ഷോർട്ട് ഫിലിമും കൂടെ കഴിഞ്ഞ് പിന്നെ കീടാണു ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഈ അജു വർഗീസിന്റെ ചെയ്തു. അജിച്ചേട്ടൻ്റെയും കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് സീരിയലിലേക്ക് വന്നത്. കാളിദാസ കലാകേന്ദ്രം, നമ്മുടെ സന്ധ്യ മാഡം, സന്ധ്യ രാജ്യത്തിന് വിളിച്ചു തന്നെ ഇങ്ങനെ ഒരു ഉണ്ട്, പിന്നെ ദേവൻ സാറിന്റെ മോളായിട്ടാണ് എന്നൊക്കെ. ആദ്യം ഞാൻ ഓർത്ത് അയ്യോ സീരിയലിലൊക്കെ പറയുമ്പോൾ അതൊക്കെ അത് ശരിയാവുമെന്നൊക്കെ വിചാരിച്ചു. അതിന് മുന്നൊക്കെ വന്നു. പിന്നെ സീരിയലിലേക്ക് നമുക്ക് എത്ര നാളെന്ന് അറിയില്ലല്ലോ. ഞാൻ ആ സമയത്ത് ഇപ്പൊ പഠിച്ചൊക്കെ നിൽക്കുന്ന സമയം, എനിക്കൊരു ജോലിയായിരുന്നു എപ്പോഴും മനസ്സിലുണ്ടായിരുന്നത്. ജോലിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, ലക്ഷ്യം അത് തന്നെയായിരുന്നു. പിന്നെ പുതിയൊരു പ്രോജക്റ്റിലേക്ക് എടുത്തപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചപ്പം മുന്നോട്ട് ഒരുപാട് പോയി. 500 എപ്പിസോഡ് 1000, 1200, 300 കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അന്നേരം പറഞ്ഞു മാഡം എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പം ഇപ്പൊ ഈ കാരണം എക്സാം ഒക്കെ എനിക്ക് നടക്കുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഇന്ന് കണ്ടപ്പോഴും ആൾക്കാർ എന്നോട് ചോദിച്ചു, പള്ളിയിൽ നിന്ന് വന്ന സമയത്ത് അങ്ങനെയൊക്കെ വന്ന സമയങ്ങളിലായാലും ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെയുള്ളത്. പക്ഷെ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇറങ്ങാനൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. വിവാഹം മാത്രമല്ല, ഒരു 1.5 വർഷമൊക്കെ മുന്നേ ഞാനിങ്ങനെ പറഞ്ഞു. കാരണം നേരത്തെ പറയണമല്ലോ പുതിയൊരു ക്യാരക്ടർ വരുമ്പോൾ ചാനലിലോ അതെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. അപ്പൊ നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു, ഒരാളെ ഒരു നോക്കി ആ ക്യാരക്ടറിന് പറ്റുന്ന പോലെ ഒരാൾ വരട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും പറയുന്നുണ്ട് ആ ക്യാരക്ടർ ആയിരുന്നു നല്ലത്, അതിന് അനുയോജ്യമായ വേഷം എനിക്ക് കുറെ നമ്മുടെ രീതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. അതുകൊണ്ട് നമുക്കങ്ങനെ ഉള്ളിൽ തട്ടി ചെയ്യാൻ പറ്റുന്നതായിരുന്നു. കാരണം അച്ഛൻ മകൾ ഒരു സ്നേഹമുണ്ട് അതില് ഭയങ്കരമായി. ഞങ്ങൾ 5 സഹോദരിമാരായിരുന്നു. അപ്പൊ ആ ഒരു സ്നേഹം അതിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സ്നേഹം ദേവൻ സാറിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ആണെന്ന് ചിന്തിക്കാമല്ലോ. അത്രയ്ക്ക് നല്ലൊരു സമയമായിരുന്നു. ഇപ്പം ഓണത്തിന് എല്ലാരും കൂടെ ഒരുമിച്ച് കൂടാനായിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓണം നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോ രണ്ടുപേരെയും വിളിച്ചു. ഇപ്പം കല്യാണത്തിന് എത്താൻ പറ്റാത്തവരുണ്ടല്ലോ ഞങ്ങളില്. അപ്പൊ നിങ്ങൾ 2 പേരും വരണം, അപ്പൊ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാലോ എന്ന് വിചാരിച്ച് വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും സന്തോഷം, കാരണം എത്രയും നാളിന് ശേഷവും അവരെന്നെ ഓർക്കുന്നു എന്നുള്ളത്. അതെ, എന്നെ ഓർത്തത് വിളിച്ചല്ലോ എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഈ വിവാഹശേഷം ഫസ്റ്റ് നിങ്ങൾ എവിടേക്കാണ് പോയത്?
ഫസ്റ്റ് ഞങ്ങൾക്ക് 1-2 ഇനാഗ്രേഷൻസ് ഉണ്ടായിരുന്നു. ഒരു ലയൺസ് ക്ലബ് പോലെ ഒരു ക്ലബിന്റെ ഒക്കെ അങ്ങനെയൊക്കെ പോയത്. പിന്നെ ഞങ്ങള് ഹണിമൂൺ ആണെങ്കിൽ തായ്ലൻഡ് പോയായിരുന്നു. അതെ, ബാങ്കോക്ക്, പട്ടായ ഒക്കെ പോയായിരുന്നു. ഇപ്പം ഒരാൾ സിനിമാ മേഖലയും ഒരാൾ സീരിയൽ മേഖലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 22 സീൻസും 23 സീൻസ് വരെ എടുക്കാറുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ദിവസം 4-5 സീൻസ് ആണ്. ഇപ്പം കമ്പാരിറ്റീവ് ഏതാണ് എളുപ്പം കുറച്ചും കൂടി, സീരിയലാണോ സിനിമയാണോ? എളുപ്പം എനിക്ക് ഇങ്ങനെ രണ്ടുപേരും കിട്ടിയോണ്ട് ഞാൻ ചോദിച്ചു. സീരിയൽ കുറെ വർഷം എടുക്കും, പക്ഷെ സിനിമ കുറെ കാലം നിൽക്കും. അപ്പൊ സീരിയൽ ഇപ്പം 1-2 എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ റീവാച്ച് ചെയ്യത്തില്ലല്ലോ. സിനിമയിൽ ഒരു മിസ്റ്റേക്ക് നടന്നാൽ അതൊരു 70 വർഷം കഴിഞ്ഞാൽ ആൾക്കാർ കാണും. അതെ, കുറച്ചും കൂടെ ഇപ്പം ഫാമിലി ഓഡിയൻസിനിടയിൽ ചിലപ്പം സീരിയലിനായിരിക്കും ഇത് കൂടുതൽ. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ കുറെ കൂടെ വൈഡ്, അതൊരു കുറെ കൂടെ ഒരു കലാസൃഷ്ടി വൈസ് സിനിമയ്ക്ക് കുറച്ചും കൂടെ വാല്യൂബിൾ ആണ്. അതെ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും നല്ല നല്ല ഫോട്ടോസ്, ഏറ്റവും അടിപൊളി ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറാണെന്നൊക്കെ. അപ്പം നിങ്ങൾ രണ്ടുപേരും പരസ്പരം പ്ലാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ? ആക്ച്വലി ഡോണറുടെ കയ്യിലൊരു മിറർലെസ് ക്യാമറ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 85 ലെൻസ് കൂടെ മേടിച്ചു. അപ്പം എവിടെ പോയാലും ക്യാമറ ഇട്ട് പോകും. അപ്പം നല്ല മൊമെന്റ് കിട്ടുമ്പോൾ ക്യാപ്ചർ ചെയ്യുന്നേ ഉള്ളൂ, അങ്ങനെ പ്ലാൻ ചെയ്തിടുന്നില്ല. നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഫോട്ടോസ് അങ്ങനെ എടുത്ത് പോകുന്നേ ഉള്ളൂ. ഈ ഡ്രസ്സൊക്കെ ആരാ സെലക്ട് ചെയ്യുന്നത്? ഡോണയാണോ അതോ ടോണ? അങ്ങനെ നിങ്ങളിങ്ങനെ പരസ്പരം ഓരോ ഡ്രസ്സ് എടുത്തിട്ട് പറയോ ഇത് ഫോട്ടോയ്ക്ക് പറ്റിയതാണോ, അങ്ങനെ നോക്കി എടുക്കുന്നതാണോ അതോ? ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ടോ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, അത് ആരാണ് സെലക്ട് ചെയ്യുന്നതൊക്കെ? ഉണ്ട്, ചോദിക്കാറുണ്ട്. നല്ല ഫോട്ടോസ് ആണ് കാണുന്നത് പറയാറുണ്ട്. എനിക്കൊന്നും എന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസിനേക്കാൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ആണ് എന്റെ പ്രൊഫൈലിൽ ആൾക്കാർ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് അത് അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ച് പേരിലേക്ക് എത്തുന്നത് നിങ്ങൾ ഒരുമിച്ച് കാണാനായിട്ടാണ് എന്നുള്ളത്. നിങ്ങൾ ഈ പ്രണയം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പാരന്റ്സിന്റെ ഇടയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ടായിരുന്നു അതോ ഇങ്ങനെ നമ്മളൊരു സീരിയൽ ആർട്ടിസ്റ്റ്, ഞാൻ ചോദിക്കുന്നത് വേറെ തോന്നുന്നില്ല, നമ്മളൊരു സീരിയൽ ആർട്ടിസ്റ്റിനെ കല്യാണം കഴിക്കുമ്പോൾ സീരിയൽ ആർട്ടിസ്റ്റ് ആണോ, നീ നന്നായിട്ട് അന്വേഷിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കും, അങ്ങനെ ആരെങ്കിലും ആയിട്ട് വന്നോ? അങ്ങനെ ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഇപ്പം ഒരുപാട് പ്രൊഫൈൽ കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാട്രിമോണിയിൽ കണ്ടെങ്കിലും ഒന്നും ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പറയുമ്പം ഇപ്പം നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടെന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെന്നുള്ളത് വീട്ടിലറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. വീട്ടിലെല്ലാവരും സപ്പോർട്ടായിരുന്നു അവിടെ, അങ്ങനെയാണ് വിശ്വസിക്കുന്നു. അതെ അതെ, ഒരാളെ ഞാൻ ഓക്കെ, കാരണം കുറെ എന്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല, കുറെ നാളായിട്ട് മാട്രിമോണി നോക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കാണിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഞാൻ മുങ്ങുന്ന ആളായിരുന്നു. പിന്നെ ആളെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ആണ് ആളെന്ന് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ പുതിയ പ്രോജക്റ്റ് വല്ലതും? എനിക്കിപ്പം 1-2 സിനിമ മലയാള സിനിമകൾ വരുന്നുണ്ട്. ഒരെണ്ണം ബൈലിംഗിലായിട്ടാ. അപ്പം എന്നെ തന്നെ നേരത്തെ വെള്ളരിക്കപ്പെണ്ണെന്ന് പറഞ്ഞ സിനിമ ചെയ്ത മനീഷ് കുറുപ്പ്, അവരുടെ പ്രോജക്റ്റ്. അതെ, അവരുടെ പ്രോജക്റ്റ്. അതൊരു ട്രൈബൽ റിവെഞ്ച് സ്റ്റോറി ആയിട്ട് ഉള്ളത്, ഒരു ഫീമെയിൽ ലീഡ് സബ്ജക്റ്റ്. അപ്പം അതിന്റെ വർക്കുകളിലൊക്കെയാണ് അതിന്റെ ഡയറക്ടർ, പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ എളുപ്പം. നേരത്തെ അതിനായിരുന്നല്ലോ നല്ലൊരു അവാർഡ് കിട്ടിയത്. അതെ അതെ, ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത്. അപ്പൊ അതിലൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രായത്തില് അത്രയും വലിയൊരു അവാർഡ് കിട്ടുക എന്ന് വെച്ചാൽ ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഇനിയിപ്പോ ഒരു തമിഴ് വലിയൊരു പ്രോജക്റ്റ് വന്നാൽ പോകില്ലല്ലേ? ഇപ്പം ഇതിന്റെ കൂടെ ജോലിയും പോകുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ IT-ല് വർക്ക് ചെയ്യുന്നത്. അത് ഓൺലൈനായിട്ടാണോ അതോ ഓഫീസിലും പോകണം, വർക്ക് ഫ്രോം ആയിട്ടും അങ്ങനെ 2 രീതിയിലും ഹൈബ്രിഡ് ആയിട്ടാണ് പോകുന്നത്. മാഡം എവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ? ഇല്ല, ഞാനിപ്പോ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എഡ്യൂക്കേഷൻ കൊണ്ടുപോകുന്നുണ്ട്, ഒപ്പം തന്നെ ഭർത്താവിന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഓണം എങ്ങനെയാണ് നിങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത്? ഇപ്പോഴത്തെ ഓണം ഫസ്റ്റ് ഓണമാണ്. നമ്മൾ എന്തായാലും ഈ ഫസ്റ്റ് ഓണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് താരദമ്പതികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഉണ്ടാവും. എങ്ങനെയാണ് ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത്തവണ തിരുവോണത്തിന്റെ ദിവസം വീട്ടിൽ തന്നെ പുതിയ ഞങ്ങളിപ്പോ വീട് വെച്ചിട്ട് ഒരു 2ാമത്തെ വർഷം ഇത് പുതിയ വീട് വെച്ചിട്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ഓണം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. അപ്പം പുതിയ വീട്ടിലായിരുന്നു ഓണം. ഇത്തവണ പുതിയൊരാളുണ്ട്. അപ്പം ഇത്തവണ സദ്യയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് തിരുവോണം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം എവിടെയെങ്കിലും ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. തിരുവല്ലയ്ക്ക് പോകുന്നില്ലേ? തിരുവല്ലയ്ക്ക് പോകുന്നുണ്ട്, അതും കഴിഞ്ഞിട്ട്. എങ്ങോട്ടാ പ്ലാൻ ചെയ്യണേ? അത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോണം. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ എന്തിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡാഡി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഡാഡി എന്നോടൊരു എൻസൈക്ലോപ്പീഡിയ എന്ന് തന്നെ പറയാം അദ്ദേഹം. ഞാൻ ഒന്നും താങ്കളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, താങ്കളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്താണ് ഏതാണ് എല്ലാ കാര്യങ്ങളും. മോനോട് ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, എന്നെ ഈ അടുത്തിടെ ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം
മോൻ എത്രത്തോളം എന്താ പറയാ ഇങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ്. തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ട് 100 വട്ടം തോന്നിയിട്ടുണ്ട്. ഞാൻ പോകുന്നത് മോൻ്റെ ഇവിടെ ഒരു പാട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോനെ ആ പാടത് എങ്ങനെ മാറ്റി കളഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അച്ഛനെ കാണാൻ കിട്ടുക വെച്ചാൽ വലിയൊരു ഭാഗ്യം കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിലും വളരെയധികം സപ്പോർട്ടാണല്ലേ അച്ഛൻ. അച്ഛൻ വലിയൊരു സ്പോർട്സ്മാനാണ്, നാഷണൽ പ്ലെയർ ആയിരുന്നു, കേരള ക്യാപ്റ്റൻ ആയിരുന്നു, കേരളത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയൊരു വ്യക്തിയാണ്. അതിലുപരി അദ്ദേഹം സർവീസിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ പറ്റി 2 വാക്ക്. ഡാഡി കോട്ടയത്താണ്. അപ്പം കോട്ടയത്തു നിന്നാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തിലേക്ക് വന്ന് സെറ്റിൽ ആയത്. ഡാഡി SP ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയിട്ട് 1 വർഷമായി. അതിനു മുമ്പായിട്ട് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം കേരള സ്റ്റേറ്റില് അത്ലറ്റിക്സിനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ബാസ്കറ്റ്ബോളിലേക്ക് പോയത്. അത് കേരള ജൂനിയർ ടീമിനെ നയിച്ചു. പിന്നെ കേരള സ്റ്റേറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു, നാഷണൽ പ്ലെയറും ആയിരുന്നു. എല്ലാത്തിനുപരി ഏറ്റവും സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു അപ്പനാണ്. അപ്പൊ അത്രയും സ്നേഹസമ്പന്നനായ അപ്പനെയും കുടുംബത്തെയും നമുക്കൊന്ന് കാണാം. എനിക്ക് കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് വിളിച്ചാലോ? അല്ലേ, അതല്ലേ അതിന്റെ ഒരു ഭംഗി. ഓണത്തിന് അവരും കൂടെ വേണം അല്ലേ, എന്നാലേ അതിനൊരു ഗുമ്മുണ്ടാവുള്ളൂ.